ഹലോ, ഹാപ്പി ഈവനിങ് ടു ഓൾ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളെല്ലാവരെയും കൺഗ്രാറ്റ്സ് ചെയ്യാണ്. ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടൈം മാറ്റി വെച്ചിട്ട്, ഇല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടൈം മാറ്റി വെച്ച് അതിനൊരു എഫോർട്ട് എടുത്തതിന് ഞാൻ നിങ്ങളെ കൺഗ്രാറ്റ്സ് ചെയ്യാണ് കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് അല്ലേ, ഒരു സക്സസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുത്ത ഒരു സ്റ്റെപ്പും കൂടാണിത്. സോ ഹേർട്ട്ലി കൺഗ്രാറ്റുലേഷൻ ടു യു ഓൾ. നെക്സ്റ്റ് എന്നെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് റസ്ലിൻ. എൻ്റെ വീട് ഇവിടെ പത്തനംതിട്ട തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ കറന്റ് ട്രിവാൻഡ്രത്താണുള്ളത്. ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ പാർട്ട് ടൈം ആയിട്ടാണ് ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഞാൻ ചെയ്യുന്നത്. ഒരു എക്സ്ട്രാ ഇൻകം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് അല്ലേ. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകണം, സ്റ്റേബിൾ ആകണം എന്നുള്ളത് ആവശ്യമാണ്. നമുക്ക് ഈ ഒരു ലോകത്തല്ലേ നമുക്ക് നല്ലൊരു രീതിയിൽ ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനും എൻ്റെ ഒരു ഇൻകം വെച്ചിട്ട് എനിക്ക് എൻ്റെ ഡെയിലി ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും എന്താ പറയാ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെയൊക്കെയുണ്ട്. അപ്പം അത് കാരണമാണ് ഒരു എക്സ്ട്രാ ഇൻകം എനിക്ക് അത്യാവശ്യം ആയതുകൊണ്ടാണ് ഞാൻ നോക്കി. അപ്പോൾ ഈ ഒരു ജെന്യൂൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ഞാനിപ്പം വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാനിനി നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പനിയുടെ പേര് റിച്ചിന്ത് എന്നാണ്. ഓക്കെ, റിച്ചിന്ത്. സോ ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് 100% ലീഗലായിട്ടും സേഫ് ആയിട്ടും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് സൈറ്റ് എന്ന് പറയും. ഓക്കെ, ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. അത് കാരണം നിങ്ങൾ ഒരിക്കലും ഇത് ഫേക്ക് ആയിരിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ച് ടെൻഷൻ ആകേണ്ട കാര്യമേ ഇല്ല. 100% ജെന്യൂൻ ആണ്, ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്താ വർക്ക് എന്ന് നോക്കാം. ഞാൻ എങ്ങനെയാണ് ഇവിടെ ഏൺ ചെയ്യുന്നത്, നല്ലൊരു ഇൻകം ഞാൻ എങ്ങനെ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ചെയ്യുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു ബയ്യറിന്റെയും സെല്ലറിന്റെയും മിഡിൽ നിന്നിട്ട് ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓൺലൈനിൽ നമ്മൾ എല്ലാവരും തിങ്സ് വാങ്ങാറുണ്ട് അല്ലേ. ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ, നൈക്ക, പർപ്പിൾ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകളാണ്. ഇതൊക്കെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വെബ്സൈറ്റുകളാണ്. നിങ്ങൾ തന്നെ നോക്കിക്കേ, ഇപ്പൊ ഫ്ലിപ്കാർട്ടിൽ ഫ്ലിപ്കാർട്ട് സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെല് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ട് കമ്പനിയുടെ ആണോ? അല്ല, വേറൊരു സെല്ലറിന്റെ ആയിരിക്കും അല്ലെ. അവര് ആ ഒരു വെബ്സൈറ്റ് വഴി അത് പ്രൊമോട്ട് ചെയ്യുന്നു, ആൾക്കാരിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ നമ്മളെ പോലെ കുറെ കസ്റ്റമേഴ്സ് അത് പർച്ചേസ് ചെയ്യുന്നു. അപ്പം ബെനിഫിറ്റ് ആർക്കും ഉണ്ട്, ഫ്ലിപ്കാർട്ട് കമ്പനിക്കും ഉണ്ട്, സെല്ലറിനും ഉണ്ട്. സെയിം ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഒരു കമ്പനി, നമ്മുടെ കമ്പനി റിച്ചിന്ത് അല്ലെ, ഈ റിച്ചിന്തിന്റെ പ്രൊഡക്റ്റ് നമ്മൾ നിന്ന് പ്രൊമോട്ട് ചെയ്യാണ്. അപ്പൊ റിച്ചിന്തിൽ നമുക്ക് ഇവിടെ ഉള്ളത് ഫിസിക്കൽ പ്രൊഡക്റ്റ് അല്ല. അത് കാരണം നമുക്ക് കമ്മീഷൻ കൂടുതലാണ് കിട്ടുന്നത്. ഓക്കെ, ഫിസിക്കൽ പ്രൊഡക്റ്റ് ആകുന്ന സമയത്ത് നമുക്ക് കമ്മീഷൻ കുറച്ച് മാത്രമേ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓരോരോ പർച്ചേസ് നടക്കുമ്പോൾ നമുക്ക് കുറച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇവിടെ ഉള്ളത് കോഴ്സസ് ആണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ കോഴ്സസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന കമ്മീഷൻ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു ഇൻകം പെട്ടെന്ന് തന്നെ ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇനി ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ കോഴ്സസ് ആണുള്ളത്. അപ്പോൾ ആ കോഴ്സസ് ആണ് നമ്മൾ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യും, എങ്ങനെയായിരിക്കും നമ്മൾ ഇവിടെ കോഴ്സ് പ്രൊമോട്ട് ചെയ്യുക, ആൾക്കാരിലേക്ക് എത്തിക്കുക? ത്രൂ സോഷ്യൽ മീഡിയ. നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പം നമുക്ക് ഒരിക്കലും നമ്മുടെ കംഫോർട്ട് സോണിൽ ഇരുന്ന് മാത്രം ഒരു വർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈഫിൽ ഒരിക്കലും തന്നെ പെട്ടെന്ന് സക്സസ് ആകാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ കംഫോർട്ട് സോണിൽ ഇരിക്കുകയാണെങ്കിൽ അപ്പം നമ്മുടെ കംഫോർട്ട് സോൺ വിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ആണ്. ഇനി നിങ്ങൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ കുറെ ആപ്പുകളൊക്കെ ഉണ്ട് ഇതുപോലെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പൊ അതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം. അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വാട്സപ്പിൽ ഡെയിലി ഈ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ ഈ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസോ പോസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഷെയർ ചെയ്യും. ഓക്കെ, അതുപോലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും ഷെയർ ചെയ്യും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി ഞാൻ മസ്റ്റ് ആയിട്ട് ഒരു റീൽസ് പോസ്റ്റ് ചെയ്യും. ഈ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരു റീൽസ് ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പൊ ഞാൻ ഡെയിലി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്റെ അക്കൗണ്ട് റീച്ച് ആകാൻ തുടങ്ങും. എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റീച്ച് ആകും. റീച്ച് ആകുന്നതിൽ കൂടെ എന്റെ ഇൻസ്റ്റാ റീൽസ് പലരും കാണുകയാണ് അല്ലെ. അപ്പൊ ഈ ഒരു കോഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ ഒരു വർക്കിനെ കുറിച്ചായിരിക്കും ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് പല ആൾക്കാർ കാണുന്ന സമയത്ത് അവർ എന്റെ അടുത്ത് വരും, എന്താണ് വർക്ക്, എനിക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇൻകം എന്നൊക്കെ ചോദിച്ചു വരും. അപ്പൊ ഞാൻ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്താണ് ഈ ഒരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അതിൽ ആരാണ് ഇൻട്രസ്റ്റോടെ മുന്നോട്ട് വരുന്നത്, ആരാണ് ഇൻട്രസ്റ്റോടെ നമ്മുടെ അടുത്ത് നിന്ന് ഈ പാക്കേജ് എടുക്കുന്നത്, അതിൽ നിന്ന് നമുക്ക് ഒരു കമ്മീഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇവിടെ ഉള്ള ഒരു പാക്കേജ് എന്താണെന്ന് ഞാൻ കാണിക്കാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുമെന്ന് നോക്കിക്കോട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള പാക്കേജ് ആണ് ഈ ഇന്റർമീഡിയറ്റ് പാക്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പാക്കേജിൽ തന്നെ നമുക്ക് 9 കോഴ്സസ് ആണ് വരുന്നത്. ഈ 9 കോഴ്സസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു പാക്കേജിൽ നമുക്ക് ഈ 9 കണ്ടന്റ് നമുക്ക് ലേൺ ചെയ്യാനും പറ്റും. അത് മാത്രമല്ലാതെ ഈ ഒരു കോഴ്സാണ് ഇവിടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പം ജസ്റ്റ് ഒരു റെഫറലിന് തന്നെ നമുക്ക് 400 റുപ്പീസ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? അതായത് ഒരു റെഫറലിന് തന്നെ നിങ്ങൾക്ക് 400 രൂപ ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഫീ വരുന്നത് 512 രൂപയാണ്.
ക്ലിയർ ആയോ? അപ്പൊ ഈ ഒരു പാക്കേജ് ആയിരിക്കും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് പല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും. മനസ്സിലായി? ഇപ്പൊ റീൽസ് ആണെങ്കിൽ നമുക്ക് ഒത്തിരി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു. ആൾക്കാർ വരുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവർക്ക് സജസ്റ്റ് ചെയ്യുക. അവർ ഈ ഒരു വർക്കിന് ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് 400 rupees കമ്മീഷൻ ആയിട്ട് ആഡ് ആകും പെർ ഹെഡിന്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ ഏർണിങ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി കുറച്ച് ആൾക്കാർക്ക് ഡൗട്ട് കാണും, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇത് ജെന്യൂൻ ആയിരിക്കുമോ? ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറയുന്നതൊക്കെ ഫേക്ക് ആണ്, വിശ്വസിക്കരുത്. ഞാൻ അങ്ങോട്ട് ഒരിക്കലും കാശ് ഇൻവെസ്റ്റ് ചെയ്യത്തില്ല, പക്ഷെ എനിക്ക് ഇങ്ങോട്ട് കിട്ടണം, അങ്ങനെ വിചാരിക്കുന്ന കുറെ ആൾക്കാർ. പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, മാം എനിക്ക് ഇങ്ങനത്തെ വർക്കൊന്നും പറ്റില്ല, എനിക്ക് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല, ഡേറ്റ എൻട്രിയോ അങ്ങനെ നോക്കി വല്ലതും ടൈപ്പ് ചെയ്യാനുള്ളതോ ഇല്ലെങ്കിൽ നോക്കി വല്ലതും എഴുതാനുള്ള റൈറ്റിംഗ് ജോബ്സോ ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തരുമോ? നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല ഗൈസ്. സീരിയസ് ആയിട്ട് പറയാണ്, നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഡേറ്റ എൻട്രി വർക്കും ടൈപ്പിംഗ് ജോബ്സ് ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അതിൻ്റെതായ കോഴ്സുകളുണ്ട്. അപ്പം ആ സ്കില്ല് നിങ്ങൾ പഠിച്ച് ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പനികളിൽ ഇതിന്റെ വർക്ക് ഫ്രം ഹോം പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം ഡയറക്റ്റ് കമ്പനിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ആ കമ്പനിയിൽ ഡേറ്റ എൻട്രി വർക്ക് വീട്ടിലിരുന്ന് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെയുണ്ട്. അല്ലാതെ നമുക്ക് ഇതുപോലെ ഓൺലൈനിൽ കുറച്ച് ആൾക്കാരൊക്കെ വന്ന റൈറ്റിംഗ് ജോബ്സ് ആണ്, നിങ്ങൾക്ക് ഇത്ര പേജ് എഴുതുമ്പോൾ ഇത്ര കിട്ടും, ഡേറ്റ എൻട്രി ആണ് ഇത്രയും ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടും, 100% സ്കാം ആയിരിക്കും, ദയവ് ചെയ്ത് പോയി പെടരുത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനത്തെ വർക്ക് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല, ഉണ്ട്. പക്ഷെ സ്കില്ലില്ലാതെ നിങ്ങൾക്ക് അതിലൊന്നും ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഓക്കെ, സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇൻഡീഡ്, നൗക്കറി ഇതിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേറ്റ എൻട്രി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം വരുന്ന സമയത്ത്, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് ലൈഫിൽ ഒന്നും തന്നെ നേടാൻ പറ്റില്ല. അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ കഴിക്കുന്ന ഫുഡ്, നിങ്ങൾ ഇടുന്ന ഡ്രസ്സ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോരോ കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പെന്ന്, ബുക്ക്, എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യാതാണോ നിങ്ങൾക്ക് കിട്ടിയത്? ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ലേ? ആലോചിച്ച് നോക്കിക്കേ, എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ കിട്ടിയിട്ടുള്ളത്? എല്ലാത്തിനും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള വർക്കെല്ലാം ജെന്യൂൻ ആണെന്നും അല്ല. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് ലൈഫിൽ ഒന്നും ഏൺ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ്. എന്നും പറഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെല്ലാം സത്യവും അല്ല, മീൻസ് ജെന്യൂനോ ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ആ കമ്പനിയെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തിരക്കുക. ആ ഒരു വർക്ക് എന്ന് പറയുന്നത് ജെന്യൂൻ ആണോ, നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുമോ, ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, പിന്നെ ഹാർഡ് വർക്ക് ഇല്ലാതെ ലൈഫിൽ ഒരിക്കലും സക്സസ് വരില്ല. സോ ഈസി ആയിട്ടുള്ള വർക്ക് ആയിരിക്കണം. എനിക്ക് പെട്ടെന്ന് ഇരുന്ന് നോക്കി ടൈപ്പ് ചെയ്തോന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല കേട്ടോ. ഈ ഡേറ്റ എൻട്രി എന്നൊക്കെ പറയുന്നത് ശരിക്കുള്ള വർക്ക് അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണം, അത്രയും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കിട്ടുന്നതാണ്, ചുമ്മാ ഇട്ടുന്നല്ല. അപ്പം ഒരിക്കലും നിങ്ങൾക്ക് പെട്ടെന്ന് ഏൺ ചെയ്യാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. വല്ല ലോട്ടറി വല്ല അടിച്ചാലേ ഉള്ളൂ. ലോട്ടറി അടിക്കണമെങ്കിൽ നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണം. കാശ് കൊടുത്ത് ലോട്ടറി വാങ്ങിയാലേ ലോട്ടറി അടിക്കത്തുള്ളൂ അല്ലേ? അപ്പൊ ഹാർഡ് വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജെന്യൂൻ ആണോ, നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കി ഒരു ഇത് ചൂസ് ചെയ്യുക. ഓൺലൈനിൽ ഇഷ്ടം പോലെ വർക്കുണ്ട്, ജെന്യൂൻ ആയിട്ടുള്ള ഇഷ്ടം പോലെ വർക്കുണ്ട്, എനിക്കറിയാം. അതുപോലെ തന്നെ ജെന്യൂൻ അല്ലാത്ത സ്കാമും ഉണ്ട്. അപ്പൊ സ്കാമിൽ പോയി പെടുന്ന പല ആൾക്കാരുണ്ട്. ജസ്റ്റ് 1000 രൂപ നിങ്ങൾ അടച്ചാൽ മതി, നിങ്ങൾക്ക് 5000 ആയിട്ട് 2 ദിവസം കഴിഞ്ഞാൽ കിട്ടും. ഒരിക്കലും കിട്ടത്തില്ല. ഈ പരിപാടിക്കൊന്നും പോകാതിരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഇതുപോലെ ഡേറ്റ എൻട്രി ടൈപ്പിംഗ് ഇതൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. സോ ദയവ് ചെയ്ത് ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് 100% ലീഗൽ ആണ്, സേഫ് ആണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ കമ്പനിയുടെ ആരുമല്ല കേട്ടോ. ഇവിടെ ജസ്റ്റ് വർക്ക് ചെയ്ത് ഒരു അഫിലിയേറ്റ് മാർക്കറ്ററായിട്ട് മാത്രം വർക്ക് ചെയ്ത് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അത് കാരണം പെയ്ഡ് പ്രൊമോഷൻ ആണോ അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല, ഒരിക്കലും അല്ല. ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഏൺ ചെയ്ത എമൗണ്ട് ആണ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് ഇത്രയും നേരം ഞാൻ പറഞ്ഞു തന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അതുപോലെ സക്സസ് ആകണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും എനിക്ക് മെസ്സേജ് ചെയ്യാം. എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ചോദിക്കാം, ധൈര്യമായിട്ട് ചോദിക്കാം കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഇല്ല, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ റെഡി ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പാക്കേജ് ആണ് 512 രൂപയാണ് ഈ ഒരു പാക്കേജിന്. അപ്പം ഈ പാക്കേജ് എന്ന് പറയുമ്പോൾ ഈ ഒരു പാക്കേജിന്റെ കോഴ്സ് ഫീ ആണത്. ഓക്കെ, അപ്പൊ ഈ കോഴ്സ് ഫീ നമ്മൾ പേ ചെയ്തിട്ടായിരിക്കും ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. നമ്മൾ ഒരു സ്കൂളിലോ കോളേജിലൊക്കെ ഫീസ് അടച്ച് ജോയിൻ ചെയ്യില്ലേ, സെയിം ആ ഒരു ഇതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പൊ രജിസ്ട്രേഷൻ പ്രോസസ്സിനാണെങ്കിലും ശരി, നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള എന്ത് ഡൗട്ടിനാണെങ്കിലും ശരി കോൺടാക്ട് ചെയ്യുക, ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. യാ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഇത്ര നേരം എന്നെ കേട്ടിരുന്നതിന്. താങ്ക് യു.